ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم اعطنا الاخلاص وازدد ايماننا يا رب العالمين. ആദരണീയരായ വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് അല്ലാഹുവിനെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആമീൻ എന്ന് ഉറക്കെ ആത്മാർത്ഥമായി പറയാറുള്ളത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ സ്വന്തം ഇച്ഛക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന സന്ദർഭത്തിലും പൂർണ്ണമായി റബ്ബിനെ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കാറുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുക, റബ്ബിനെ കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തിരഞ്ഞെടുത്ത അടിമകൾക്ക് കൊടുക്കുന്ന ശ്രേഷ്ഠതയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ധിക്കരിച്ച് അല്ലാഹുവിന്റെ അതൃപ്തിക്ക് പാത്രഭൂതരായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിട്ടുള്ള ശിക്ഷയുടെ ഗേഹമാണ്. അല്ലാഹുവിന്റെ കോപത്തിനിരയായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ഭവനമാണ് നരകം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിച്ച സ്വഹാബത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ച ആളുകളാണ് സ്വഹാബത്ത് എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം ലഭിച്ച, റസൂലിനെ പൂർണ്ണമായി അനുസരിക്കുന്ന ആളുകൾക്ക്, അല്ലാഹുവിനെ പൂർണ്ണമായി പരമാവധി അനുസരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സന്തോഷത്തിന്റെ ഗേഹമാണ്, ഭവനമാണ് സ്വർഗം എന്നുള്ളതും നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, 10 ആളുകളെ കുറിച്ച് ഒരു ഹദീസിൽ തന്നെ റസൂലുള്ളാഹി പറയുന്നുണ്ട്, 10ഓളം ആളുകൾ സ്വർഗത്തിന് അവകാശികളാണ്. അബൂബക്കറുൻ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിന് അവകാശിയാണ്. ഉമറുൻ ഫിൽ ജന്ന, ഉമറും സ്വർഗത്തിന് അവകാശിയാണ്. ഉസ്മാനുൻ ഫിൽ ജന്ന, ഉസ്മാനും സ്വർഗത്തിന് അവകാശിയാണ്. അലിയുൻ ഫിൽ ജന്ന, അലിയും സ്വർഗത്തിൽ അവകാശിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത ഇങ്ങനെ തുടങ്ങി ഒരു 10ഓളം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വർഗത്തിന് അവകാശികളാണ് എന്ന് റസൂലുള്ളാഹി തന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. മഹദിയായ ഫാത്തിമ ബീവിയെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫാത്തിമ ബീവി എന്നുള്ളത് സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണ്ടുമുട്ടുമെന്ന സന്തോഷ വാർത്ത റസൂലുള്ളാഹി മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മകൾ ഫാത്തിമക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഓർമ്മിപ്പിച്ചു കൊടുത്ത, പറഞ്ഞു കൊടുത്ത ചരിത്രവും നമുക്ക് സുപരിചിതമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഉമർ ഇരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, ഞാൻ സ്വർഗത്തിൽ പോയ സന്ദർഭത്തിൽ താങ്കളുടെ വീട് എനിക്ക് അവിടെ കാണാൻ സാധിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതായി പറഞ്ഞു, വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ചരിത്രവും നമുക്കറിയാവുന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ പോയ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ട ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്.
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന ആയിരക്കണക്കിന് ഹദീസുകൾ അവസാനിക്കുന്നത് ഇന്നാലിന്ന കർമ്മം ചെയ്തവന് സ്വർഗമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവിന്റെ മഹത്വം പോലും പറഞ്ഞു തന്നിട്ടുള്ളത് അറിവ് തേടിയവർക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ കർമ്മങ്ങളും നിശ്ചയിച്ചു തന്നിട്ടുള്ളത്, നിർണയിച്ചു തന്നിട്ടുള്ളത് സ്വർഗം നേടാൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി, അല്ലാഹുവിന്റെ ഇഷ്ടം ഇതൊക്കെ കരസ്ഥമാക്കിയ ആളുകൾക്ക് മാത്രമേ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ, അല്ലാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കിയ ആളുകൾക്ക് മാത്രമേ അവന്റെ സ്വർഗത്തിൽ കയറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആമുഖമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വഴികൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, നമ്മുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി റസൂലുള്ള ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ വഴികളും, പൂർണ്ണമായും എല്ലാ വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനപ്പുറം സ്വർഗത്തിലേക്ക് കടക്കാൻ മറ്റൊരു വഴിയില്ല എന്ന രീതിയിൽ നരകത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന എല്ലാ കർമ്മങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഇനി നമ്മുടെ ബാധ്യത എന്നുള്ളത് റസൂലുള്ള പറഞ്ഞ ആ വഴികൾ ഏതെന്ന് തേടി പോവുകയാണ്. നമുക്കും ആഗ്രഹമുണ്ട്, ഏതൊരു കൊച്ചുകുട്ടിയെ പോലെ സ്വർഗം ലഭിക്കാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ടെന്ന് വെച്ചാൽ നമ്മളും പൊക്കും കൈ. നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. തെറ്റുപറ്റി പോവാറുണ്ടെങ്കിലും നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന്. മഹദിയായ സ്വഹാബി വനിത സുമയ്യ റളിയല്ലാഹു അൻഹ, ആദ്യത്തെ ഷഹീദയാണ്. സുമയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത് നാവിയില് കുത്തേറ്റിട്ടാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന ചരിത്രവും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് സ്വഹാബികൾ, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലിന്റെ ആളാപ്പ, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളാപ്പയെ ഇസ്ലാമിന്റെ ശത്രുക്കളായി അറിയപ്പെട്ടിരുന്നവർ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുകയും അദ്ദേഹത്തിന്റെ ശരീരം വികൃതമാക്കുകയും ചെയ്ത സന്ദർഭവും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അവർ സഹിച്ചിരുന്നത്, ഇവരൊക്കെ കയറിയ സ്വർഗത്തിലാണ്, ഇവരൊക്കെ കയറിയ സ്വർഗമാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടാവും എന്ന് കരുതി ഒരു പാമ്പ് കടിയേറ്റിട്ട് പോലും ഇരുന്നിടത്തുനിന്ന് ഇളകാതെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയധികം സ്നേഹിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയിക്കൊണ്ടിരിക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ വലതുഭാഗത്തായും ഇടതുഭാഗത്തായും മുൻഭാഗത്തായും പിൻഭാഗത്തായി കൊണ്ടും റസൂലിനെ ചുറ്റി ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ റസൂല് അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, അബൂബക്കറെ എന്താണ് ഇങ്ങനെ, എന്താ ഇടക്ക് മുന്നിലേക്ക് വരികയും ഇടക്ക് പിന്നിലെ എന്റെ ഇടതുഭാഗത്തേക്കും ഇടക്കന്റെ വലതുഭാഗത്തും ഇടക്കന്റെ പിറകിലേക്കും ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്നത് എന്താണ് അബൂബക്കറെ എന്ന് റസൂലുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലെ, ശത്രുക്കളുടെ അമ്പുകളെങ്ങാനും ശത്രുക്കളുടെ ആക്രമണങ്ങൾ എങ്ങാനും മുൻഭാഗത്ത് നിന്ന് വരുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഞാൻ താങ്കളുടെ മുന്നിൽ ഒരു പരിചയമായി നിൽക്കാൻ ഉദ്ദേശിച്ചതാണ്. ഞാൻ മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ ചിന്ത മാറും, റസൂലുള്ളാഹിക്ക് വലതുഭാഗത്ത് നിന്ന് എന്തെങ്കിലും അക്രമം വന്നാലോ എന്ന് ഭയപ്പെട്ട് ഞാൻ വലതുഭാഗത്തേക്ക് മാറി സഞ്ചരിച്ചതാണ് റസൂലെ. അങ്ങനെ തന്നെയാണ് പിന്നിലേക്കും അങ്ങനെ തന്നെയാണ് ഇടതുഭാഗത്തേക്കും മാറി നിന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുള്ളതാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ത്യാഗനിർഭരമായി ജീവിച്ച ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു നയിച്ച കയറുന്ന സ്വർഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും കയറാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്രം പരിശോധിച്ചാൽ കാണും, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് എന്നുള്ളത് 1,00,000 ഊഖിയ സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. 1,00,000 ഊഖിയ എന്ന് പറഞ്ഞാൽ, ഒരു ഊഖിയ എന്ന് പറഞ്ഞാൽ 12 പവനാണ്. ഒരു പവൻ 12 പവനാണ് ഒരു ഊഖിയ. അങ്ങനെ 1,00,000 ഊഖിയക്ക് ഉടമസ്ഥനായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ 1,00,000 ഊഖിയയും അത്രയും സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മത്സരിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സ്വതക്ക ചെയ്തു എന്നുള്ളതാണ്. ചരിത്രത്തിൽ കാണാൻ സാധിക്കും,
അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ചെലവഴിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചെലവഴിച്ചത് കൂട്ടിവെച്ചാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീനിനു വേണ്ടി ചെലവഴിച്ച അത്ര എത്തൂല. അത്രയും അവരൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കയറിപ്പോയ, അവരൊക്കെ അത്രയും സഹിച്ചുകൊണ്ട് കയറിപ്പോയ ആ സ്വർഗത്തിലേക്ക് കയറാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് പൂർണ്ണ ബോധ്യമാണ്. അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ, അവരൊക്കെ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, മഹദിയായ ആയിഷ ബീവി സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, ഇന്നും ചരിത്രം, ഇന്നും 1400 വർഷങ്ങൾക്കിപ്പോഴും മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കപ്പെടുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, അദ്ദേഹം ശാരീരികമായി ദുർബലനായ വ്യക്തിയായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മക്കക്കാരുടെ അടുക്കലേക്ക് പോയി, കഅബയുടെ അടുക്കലേക്ക് പോയി ഖുർആൻ പാരായണം ചെയ്യാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ നിന്നൊരു ചോദ്യം ഉയർന്നു, ആരാണ് കാഫിരീങ്ങൾക്ക്, മുശ്രിക്കീങ്ങൾക്ക് കഅബയുടെ അടുത്ത് പോയി ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുക? ആരാണ് അവരെ ഖുർആൻ പാരായണം കേൾപ്പിക്കുക? അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു, ഞാൻ പോയി കേൾപ്പിക്കാം. അപ്പൊ കൂടുതലുള്ള ആൾക്കാരെ ഓർമ്മിപ്പിച്ചു, അബൂ ഹുറൈറ, താങ്കൾ ശാരീരികമായി ദുർബലനാണ്. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതൊരു വില കൊടുത്തില്ല. പോയി അവിടെ ചെന്നു, അവരുടെ അടുക്കൽ നിന്നുകൊണ്ട് ഉറക്കെ ഖുർആൻ പാരായണം ചെയ്തു. അവരടിച്ചു ബോധം കെടുത്തിയത്. എന്നിട്ടും അദ്ദേഹം നിരാശനായിരുന്നില്ല എന്നുള്ളത്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സമാനരായ സ്വഹാബികൾ കയറിപ്പോയ സ്വർഗത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കയറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേം നിറഞ്ഞ വിശ്വാസികൾ, ഈ ചരിത്രങ്ങളെ കാമുകമായി പറഞ്ഞു വെച്ചത് നമ്മളും കുറച്ചധികം പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലാതെ നമ്മുടെ ആമീൻ ആത്മാർത്ഥമാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ നമ്മളും കുറച്ചധികം പ്രയാസപ്പെടണം. നമ്മളും സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് എണ്ണി പഠിച്ച് അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്ന്, നമ്മുടെ ജീവിതത്തിൽ വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെ പോവാറുണ്ട്. പക്ഷേ സ്വർഗം എന്ന ഏറ്റവും ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിനിനെ ഏറ്റവും വലിയ ലക്ഷ്യമായി കൊണ്ട് പഠിപ്പിച്ച സ്വർഗത്തിന് വേണ്ടി എത്ര അറ്റം വരെ നമ്മൾ പോയിട്ടുണ്ട് എന്ന് ഗൗരവത്തോടെ ചിന്തിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് എളുപ്പ വഴികൾ, പ്രയാസകരമായ ഒരുപാട് വഴികളുണ്ട് സ്വർഗത്തിലേക്ക്. അതിന്റെ കൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓരോരുത്തർക്കും എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള വഴികൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം. ഞാനും നിങ്ങളും ഏതൊക്കെ ഫീൽഡ്, ഏതൊക്കെ സാഹചര്യത്തിൽ മുന്നിൽ, ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോയാലും നമ്മളൊക്കെ ഐക്യകണ്ഠേന ആഗ്രഹിക്കുന്നുണ്ട്, പഠിച്ചോനെ എങ്ങനായിരിക്കും സ്വർഗത്തിലെത്തണം. ഇന്ന് മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മളാരും ആലോചിക്കാറില്ല, നാളെ മരിച്ചു പോയാലോ, ഞാൻ സ്വർഗത്തിലാണോ പഠിച്ചോനെ, ഞാൻ നരകത്തിലാണോ പഠിച്ചോനെ എന്ന് ആലോചിച്ച് നമ്മളാരും ടെൻഷൻ അടിക്കാറില്ല, സത്യമാണ്. പക്ഷേ എന്നാലും ഇന്ന് മരിച്ചാൽ നാളെ സ്വർഗത്തിൽ കയറണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ നമ്മളൊന്ന് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ സ്വല്ലല്ലാ അലയ്യ, എന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സ്വല്ലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ ധാരാളമായി കൊണ്ട് കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്താ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രവാചകനാണ്, ഞങ്ങളുടെ ദൂതനാണ് എന്ന അംഗീകാരമാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ റസൂലുള്ളാഹയെ ഇഷ്ടപ്പെടണമെന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ജസ്റ്റ് പറഞ്ഞാൽ ഈമാൻ പൂർത്തിയാവില്ല. റസൂലുള്ളാഹയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടണമെന്നാണ്. റസൂൽ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാണ് നമ്മൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, റസൂലിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കർമ്മം എന്താ അറിയോ? റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ധാരാളമായി കൊണ്ട് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, അൽ ബഖീൽ, പിശുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ ദുകിറത് ഇൻദഹു സുമ്മ ലം യുസല്ലി അലയ്യ, ഒരുവന്റെ അടുക്കൽ എന്നെ പറ്റി പറയപ്പെട്ടിട്ട് എന്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ അവൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ, അവൻ സ്വലാത്ത് ചെല്ലുന്നില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം.
പ്രവാചകന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി 10 തവണ സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാന്റെ സ്വലാത്തൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അള്ളാന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല മലഉൽ അഅലയിൽ, ഉന്നതമായ അള്ളാഹുവിന്റെ സദസ്സ മലഉൽ അഅല, ജിബ്രീലും അടങ്ങുന്ന വലിയ മലായിക്കത്തുകൾ, ഉന്നതരായ മലായിക്കത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമുള്ള സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർക്കുമെന്നുള്ളതാണ്. നമ്മളെ സ്മരിക്കും, നമ്മുടെ പേരെടുത്തുകൊണ്ട് പറയുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഏറ്റവും വലിയ അംഗീകാരം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 തവണ നമുക്ക് മേൽ സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ സ്വലാത്തിന് അതിനോളം വലിയ ഫദ്ല് വേറെന്താ വേണ്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അംഗീകാരം തരുന്ന 10ഓളം തവണ ഒരു വട്ടം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് നമ്മുടെ മേൽ ചൊല്ലുമെന്നുള്ളതാണ്. ഒരു സ്വലാത്തിന്റെ മഹിമയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വലാത്തിന് ഒരുപാട് ഫദ്ലുണ്ട്. നമ്മൾ കേട്ടതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ധാരാളമായി കൊണ്ട് സ്വലാത്ത് ചെല്ലേണ്ടതുണ്ട്, പക്ഷേ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ധാരാളമായി കൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും പൂർണ്ണ മുഅ്മിനാവൂല കേട്ടോ. ഒരാൾ മുഅ്മിനായാലേ സ്വർഗ്ഗത്തിൽ കയറുള്ളൂ. റസൂൽ പറയാ, നിങ്ങൾ ആരും പൂർണ്ണ മുഅ്മിനാവൂല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ ബന്ധുമിത്രാദികളെക്കാളും എല്ലാവരെക്കാളും എന്നെ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ പൂർണ്ണ മുഅ്മിനാവുകയില്ല, നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവൂല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആ റസൂലുള്ളയെ നമ്മൾ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും നമുക്ക്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റസൂലുള്ളയാണെന്ന്. അങ്ങനെയാണ് നമ്മളെങ്കിൽ റസൂലുള്ളയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്ന ശീലം നമ്മൾ കൊണ്ടുവരണം. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ സാധാരണ ദിക്റല്ലാറുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും യാത്രയിൽ നമ്മൾ ചെയ്യലാറുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ നാവിനെ ദിക്റുകൾ കൊണ്ട് നനക്കാറുണ്ട് എന്നുള്ളത്. അതേ സമയത്ത് നമ്മൾ ചെല്ലേണ്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലെങ്കിൽ വെറും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമെങ്കിലും നമ്മൾ സ്വലാത്ത് ചൊല്ലി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് നമ്മൾ പ്രകടിപ്പിക്കണം എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. സ്വലാത്ത് ചെല്ലുന്ന സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിനെ നമുക്ക് ഇഷ്ടമുണ്ടല്ലോ. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭാര്യയെക്കാളും നമ്മുടെ മക്കളെക്കാളും എല്ലാരെക്കാളും വല്ലാഹി നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹിയാണ്. അതുകൊണ്ടാണ് കുടുംബത്തിൽ പോലും ഒരു ഹറാമ് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരാൻ കാരണം എന്താ? നമ്മൾ തടയാൻ കാരണം എന്താ? അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ റസൂലുള്ളാഹിയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടപ്പെടലിന്റെ ഏറ്റവും നല്ല രൂപമായിരിക്കണം നമ്മുടെ സ്വലാത്ത് ചെല്ലൽ എന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത്. സ്വലാത്ത് ചെല്ല, ധാരാളമായി കൊണ്ട് സ്വലാത്ത് ചെല്ല. സ്വഹാബികളൊക്കെ ഒരുപാട് സ്വലാത്ത് ചെല്ലിയിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനിയും ധാരാളം ഫദ്ലുകൾ സ്വലാത്തിന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് മുറുകെ നമ്മൾ പിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഒരിക്കൽ റസൂലുള്ളാഹി പറയാം, അൽ ബിർറു, നന്മ എന്ന് പറഞ്ഞാൽ എന്താന്ന് റസൂലുള്ളാഹി പറയാം. നമ്മളും ചോദിച്ചാൽ പറയും, എന്താ നന്മ എന്ന് പറഞ്ഞാൽ? ഒരുപാട് നന്മകൾ നമ്മൾ പറയും, പലർക്കും പല രീതിയാണ്, പല കണക്കാണ് നന്മക്ക്. റസൂലുള്ളാഹി പറയാം, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുസ്നുൽ ഖുലുഖ്, ഒരാളുടെ ഏറ്റവും നന്നായി പെരുമാറുക, സൽസ്വഭാവമാണ് നന്മ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. റസൂലുള്ളാഹി പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന അഹബ്ബകും ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണെന്നറിയോ? റസൂലുള്ളാഹി പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണെന്നറിയോ? ഇന്ന അഹബ്ബകും ഇലയ്യ വഫീ ലഫ്ദിൻ ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പരലോക ദിവസം എന്നോട് ഏറ്റവും അടുത്തുണ്ടാവുക, എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാന്നറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന ഖൈറുക്കും ലിഅഹ്ലി, പ്രവാചകൻ പറയാം, അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയുണ്ടല്ലോ, അവനാണ് പരലോകത്തിന്റെ ഏറ്റവും അടുത്തുണ്ടാവുക. എനിക്ക് ഏറ്റവും ഇഷ്ടവും അവനോടാണ്. റസൂലുള്ളാഹി ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗ്ഗം ഉറപ്പല്ല സുഹൃത്തുക്കളെ. റസൂലുള്ളാഹി പറയാ, എനിക്ക് അവനെ ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൈവിടിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിന് അവസരം കൊടുക്കുന്ന, റസൂലുള്ളാഹിക്ക് അധികാരം ഉണ്ടാവുന്ന, അല്ലാഹു കൊടുക്കും ചില ആളുകളെ ശുപാർശ ചെയ്ത് നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് അധികാരം കൊടുക്കുന്ന, റസൂലുള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയ സ്വർഗ്ഗം ഉറപ്പല്ലേ? റസൂലുള്ളാഹി പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണെന്നറിയോ?
എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കാരെന്നറിയോ പരലോകത്ത്? അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാരെന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നിങ്ങൾ ഒരു നന്മയും ചെറുതായി കാണരുത് കേട്ടോ, ഒരു നന്മയും നിസാരമായി കാണരുത്. അതാണ് എന്റെ ആശയം. ഒരു നന്മയെയും നിസാരയെ അതിപ്പോ ചെയ്താൽ വലിയ കൂലിയൊന്നും കിട്ടൂലോ. അത് ചില നന്മകൾ നമ്മൾ കാണാറുണ്ട്, അത് ചില നന്മകൾ നമ്മൾ പോലും അറിയാതെ നിസാരമായി കാണാറുണ്ട്. പ്രവാചകൻ പറയാം, ഒരു നന്മയെ നിങ്ങൾ നിസാരായി കാണരുത് കേട്ടോ. എന്നിട്ട് റസൂൽ പറഞ്ഞ ഉദാഹരണം എന്താ പറയുക, സ്വന്തം സഹോദരനെ മുഖപ്രസന്നതയോടുകൂടി കാണുന്ന ഒരു നന്മയാണെങ്കിൽ പോലും അതിനെപ്പോലും നിങ്ങൾ നിസാരമായി കാണരുത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാ, തൊലാഖുൽ വജ്ഹ്, മുഖപ്രസന്നതയുടെ ഏറ്റവും നേരെ മറുവശാണ് അബൂസുൽ വജ്ഹ്, മുഖം ഇങ്ങനെ ചുളിച്ചിരിക്കുക. ആൾക്കാരെ മുന്നിൽ മുഖം ചുളിച്ച് ഒരു മസിൽ പിടിച്ച് നിൽക്കുക എന്ന് അറിയില്ല ചില ആൾക്കാരെ പറ്റി. അത് ഇന്ന് ഒരു മുഅ്മിന് പറ്റിയ സ്വഭാവമല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെയാണ്, എന്റെ പെരുമാറ്റം ഇങ്ങനെയാണ്, എന്റെ മുഖം ഇങ്ങനെയാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊന്ന് റസൂലുള്ള പറഞ്ഞ് മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റി തന്നെ വേണം. റസൂൽ എന്ന് പറയാ, മുഖപ്രസന്നതയോടുകൂടി തന്റെ സഹോദരനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ഒരു നന്മയായിക്കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയാം, എന്തുകൊണ്ടാണ് ത്വലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നത പ്രതിഫലാർഹമായത്, നന്മയായത് എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ കാരണം, നിന്നോട് അഭിമുഖീകരിക്കുന്ന ആളുകൾ, നിന്റെ സഹോദരന്, നിന്റെ സഹോദരിക്ക് അത് സന്തോഷം നൽകുന്ന, അഥവാ നമ്മൾ കാരണം മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാകുന്ന പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഒരു നന്മയാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നു. ഒരാളെ മുഖപ്രസന്നതയോടെ അഭിമുഖീകരിക്കുന്ന അത് കൽബിന് വിശാലത നൽകും. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അത് വർദ്ധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുക. ഒരാളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് അദബുകളുണ്ട്. അദ്ദേഹം ഒരാളെ മുഖത്ത് നോക്കി സംസാരിക്കുക, നമ്മളോട് സംസാരിച്ചതിന്റെ പേരിൽ അവർക്കൊരു വിഷമം ഉണ്ടാവാണ്ടിരിക്കുക, എല്ലാവരും ഒന്ന് ചിരിച്ച് അഭിമുഖീകരിച്ച് എന്താ നമുക്ക് ചെലവ്, ഒരു പൈസ ചെലവില്ല. ഇതാ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഹെഡിങ് പോലും എളുപ്പമായി സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എളുപ്പത്തിൽ കടക്കാനുള്ള വഴിയായിട്ട് പറഞ്ഞു തരിക. ഒരാളെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് ഇഷ്ടത്തോടെ, എന്റെ സഹോദരനാണല്ലോ പഠിച്ചോനെ എന്ന് ഇഷ്ടത്തോടെ നല്ല മുഖത്തോടെ ഒരാളെ നോക്കിയാൽ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയായിന്ന, കൂലിട്ടാനുള്ള ഉപ്പായിന്ന, തുലാസിൽ കനം തൂങ്ങാനുള്ള നന്മയായിന്ന ആ ഒരു ശീലം നമ്മൾ കൊണ്ടുവരേണ്ടത്. അത് ആളെ പരിചയമുണ്ടോ നോക്കണം വേണ്ട, നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്. പരിചയമില്ലാത്ത ആൾക്കാർ, അറബികളിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വഭാവം കൂടിയാണ്, നല്ലൊരു സ്വഭാവം. അവര് പരിചയം നോക്കിയിട്ടൊന്നല്ല ആൾക്കാർക്ക് സലാം പറയലും ചിരിക്കലൊക്കെ. അവരാർക്കും സലാം കൈ കൊടുക്കും, എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവർ ചിരിക്കും. എന്നിട്ട് ഒരാൾക്ക് വേണ്ടി ഒന്നിലധികം പ്രാർത്ഥനകൾ അവർ നടത്തുന്ന ത്വലാഖുൽ വജ്ഹിന്റെ മുഖപ്രസന്നതയുടെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ഈ അറേബ്യൻ നാട്ടിലെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന, അവർ പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ സലാം പറയണം. ആർക്ക്? നിങ്ങൾ അറിയാത്തവർക്കും നിങ്ങൾ അറിയുന്ന ആൾക്കാർക്കും സലാം കൊടുക്കണം. ആ ഒരു സ്വഭാവം നമ്മൾ കൊണ്ടുവരണം. സലാം പറയാം, എല്ലാവർക്കും സലാം പറഞ്ഞു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 10 പ്രതിഫലം. റസൂൽ എന്ന് പറയാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 20 പ്രതിഫലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എത്ര എളുപ്പമുണ്ട്, ഒരു രൂപന്റെ ചെലവ് പോലും ഇല്ല. എത്ര എളുപ്പത്തിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴി നമുക്ക് പറഞ്ഞെന്ന് ആലോചിച്ചു. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സൽസ്വഭാവത്തെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ സൽസ്വഭാവത്തിന് ഏറ്റവും അർഹര് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന ഖൈറക്കും, നിങ്ങളുടെ ഏറ്റവും നല്ലവനാരാന്നറിയോ, നിങ്ങളുടെ ഏറ്റവും മുന്തിയവനാരാന്നറിയോ? റസൂലുള്ളാഹി പറയാം, ഇന്ന ഖൈറക്കും, നിങ്ങളിൽ ഏറ്റവും മുന്തിയ ആളെന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖൈറുക്കും ലി അഹ്ലി, സ്വന്തം വീട്ടുകാരോട്, സ്വന്തം ഭാര്യയോട്, സ്വന്തം കുടുംബക്കാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അഥവാ നമ്മുടെ സൽസ്വഭാവത്തിന്, നമ്മുടെ മുഖപ്രസന്നതക്ക്, നമ്മുടെ ചിരിക്ക് ഏറ്റവും അർഹൻ, നമ്മൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ഒന്നാമതായി നമ്മുടെ വീട്ടുകാരോടാണെന്ന്. ഒന്നാമതായിക്കൊണ്ട് ഏറ്റവും നന്നായി പെരുമാറേണ്ടത് വീട്ടുകാരാണ്. ആ സൽസ്വഭാവത്തോടെ പെരുമാറാം എല്ലാവരോടും. കൂലിട്ടൂലേ, അള്ളാന്റെ സ്വർഗം കിട്ടൂലേ,
എല്ലാവരും സ്നേഹിക്കുക. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാവരും സ്നേഹിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറയുന്നതിന്റെ മഹത്വം പറയുന്ന ഹദീസ് തന്നെ തുടങ്ങുന്ന എങ്ങനെ അറിയോ? നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുവാൻ, സ്നേഹം ഉണ്ടാവാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞിരട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള സലാമിന്റെ മഹത്വം പറയുന്ന ഹദീസ് തന്നെ ആരംഭിക്കുന്നത്. അഥവാ എല്ലാവർക്കിടയിലും സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെ കാണുന്ന അതിനുള്ള വഴിയാണ് സലാം പറച്ചിൽ പോരുന്ന. നമ്മൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്നേഹിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മഹത്വമായിട്ട് പറഞ്ഞെന്താ? നമ്മളൊക്കെ സഹോദരൻ, അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം ഒരു കെട്ടിടം പോലെയാണ്, ഒരു ശരീരം പോലെയാണെന്ന് പറഞ്ഞ് അങ്ങനെ സ്നേഹിക്കണം. നമ്മൾ പരസ്പരം അങ്ങനെ സ്നേഹിക്കണം. എല്ലാവരെയും നമ്മൾ അത്രക്കധികം സ്നേഹിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയാദർശങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. നമ്മുടെ സ്നേഹത്തിന് ഏറ്റവും അർഹര് നമ്മൾ പറഞ്ഞ വീട്ടുകാരാണ്. ആ വീട്ടുകാരിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട 2 വ്യക്തികളുണ്ട്. ബിർറുൽ വാലിദൈൻ. മൂന്നാമതായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പവഴിയുണ്ട്, അത് മാതാപിതാക്കളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അതിന്റെ ഒരുപാട് മഹത്വങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇന്ന് ഈ ഇരിക്കുന്ന ആളുകളിൽ പലരും മാതാപിതാക്കളാണ്. നിങ്ങളുടെ മഹത്വവും നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മഹത്വവും തിരിച്ചറിയാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ് നാശം. റസൂലുള്ള ഒരു ഹദീസ് ആരംഭിക്കുന്നത് തന്നെ ഉഫിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ചില ആളുകൾക്ക് നാശം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ചില ആളുകൾക്ക് നാശം. റസൂൽ തന്നെ വിവരിച്ചു ആർക്കാ റസൂലെ നാശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ആർക്കാണ് റസൂലെ നാശമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ സ്വന്തം ഉമ്മയും ഉപ്പയും, പ്രായാധിക്യം ചെന്ന ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കെ അവരുണ്ടായിരിക്കെ ഒരുത്തിന് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ, അവരുണ്ടായിരിക്കെ ഒരാൾക്ക് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ അവന് നാശം, അവൻ നഷ്ടക്കാരനായിരിക്കുമെന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആലോചിച്ചു. പണ്ഡിതന്മാർ പറയുന്നത് എന്താ വെച്ചാൽ, റസൂലുള്ള പറയുന്നത് എന്താ വെച്ചാല് ഒരാൾക്ക് സ്വർഗം കിട്ടാൻ ജസ്റ്റ് ഒരു ഉമ്മയും ബാപ്പയും മതി. ഒരു ഉമ്മയും ബാപ്പയും മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടം, മധ്യ കവാടം അത് ഉപ്പയാണ്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ പ്രധാന കവാടം, മധ്യ കവാടം അൽ വാലിദ് ഉപ്പയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഉപ്പാവുമ്മ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ആ ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾക്ക് പരാതി പറഞ്ഞു, ഇന്നൊരു തിന്മ ചെയ്തു പോയി ഇബ്നു ഉമറെ, എന്താ പരിഹാരം എന്ന് ചോദിച്ചു. അപ്പോ ഇബ്നു ഉമർ പറഞ്ഞു ഇത് വലിയ വൻപാപമൊന്നുമല്ല. വൻപാപങ്ങൾ ഏതാണ്? 9 എണ്ണമാണ് വൻപാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൽ ഇശ്റാഖു ബില്ലാഹ്, ശിർക്കാണ് ഒന്നാമത്തെ വൻപാപം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നെണ്ണാണ്. അതിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 9ാമതായിക്കൊണ്ട് എണ്ണി എന്താ അറിയോ? വബുകാഉൽ വാലിദൈൻ ബാപ്പിയും മിനൽ ഉഖൂഖ്. ഉപദ്രവം കൊണ്ട്, നമ്മുടെ വാക്കിന്റെ ഉപദ്രവം കൊണ്ട്, അല്ലെങ്കിൽ ശാരീരികമായ ഉപദ്രവം കൊണ്ട് നമ്മുടെ ഉമ്മയും ഉപ്പയും കരയുക എന്നുള്ളതാണ് 9ാമത്തെ വൻപാപമായിക്കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലിയത് എന്നുള്ളത് പറഞ്ഞത് എന്നുള്ളത്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെയ്തു പോയ ഒരു പാപത്തിന്റെ പരാതിയുമായിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഈ വ്യക്തി എത്തിയത് എന്നുള്ളതാണ്. എന്നിട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ 9 വൻപാപങ്ങളും എണ്ണിയതിനു ശേഷം ഈ വ്യക്തിയോട് ചോദിക്കുക, അഹയ്യുൻ വാലിദി, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇന്ദി ഉമ്മി, എൻ്റെ അടുത്ത് എൻ്റെ ഉമ്മ ഉണ്ട്. കാല ഇബ്നു ഉമർ, ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ അല്ലാഹുവാണ് സത്യം, ലൗ അലിംത ലഹൽ കലാം, നീ ഏറ്റവും നന്നായിക്കൊണ്ട് നൈർമല്യത്തോടെ സൗമ്യതയോടുകൂടി അവരോട് നീ സംസാരിക്കുക, വഅതഅംതഹ, നീ അവരെ ഭക്ഷിപ്പിക്കുക, ലതുദ്ഖിലന്നൽ ജന്ന മജ്തനബത്തിൽ ഖബായിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. ഉമ്മാനോട് ഏറ്റവും നന്നായി സംസാരിക്കുക, സൗമ്യതയോടെ സംസാരിക്കുക, ബഹുമാനത്തോടെ സംസാരിക്കുക. അഥവാ ഉമ്മയും ഉപ്പയുണ്ടെങ്കിൽ സ്വർഗ്ഗം ഉറപ്പാന്ന പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പോലും മനസ്സിലാക്കിയെന്ന്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു വ്യക്തി പരാതി പറയുന്നുണ്ട്, എനിക്കൊരു പെണ്ണിനെ, ഒരു സ്ത്രീയെ ഇഷ്ടമായിരുന്നു, അവളോട് ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ അവൾ നിരസിച്ചു. ആ സമയത്ത് എനിക്ക് ഒരു ദേഷ്യം തോന്നിയിരുന്നു. എന്നാൽ
മറ്റൊരു സുഹൃത്ത് അവളോട് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോ അവൾ അത് അംഗീകരിച്ച സന്ദർഭത്തിൽ എന്റെ ദേഷ്യം അധികരിക്കുകയും ഞാൻ ആ പെണ്ണിനെ വധിക്കുകയും ചെയ്തു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു വ്യക്തി പരാതി പറഞ്ഞു. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു പരാതി പറഞ്ഞു കൊടുക്കണമല്ലോ. ഞാൻ എന്താ ചെയ്യുക? ഞാൻ വലിയൊരു വൻപാപം, ഒരാളെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരാളെ കൊന്നിട്ടുണ്ട് ഞാൻ എന്റെ ഗീറത്ത് കാരണത്താൽ, എന്റെ ദേഷ്യം കാരണത്താൽ, എന്റെ പ്രേമം നിരസിച്ച്, എന്റെ ഇഷ്ടം നിരസിച്ച്, എന്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ച് മറ്റൊരു സുഹൃത്തിന്റെ, മറ്റൊരു വ്യക്തിയുടെ വിവാഹാഭ്യർത്ഥന അവൾ സ്വീകരിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അവളോടുള്ള ദേഷ്യത്താൽ അവളെ ഞാൻ കൊന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരു വ്യക്തി പരാതി പറഞ്ഞ സന്ദർഭത്തിൽ, എന്തിനാ ഈ പരാതി പറഞ്ഞേ? എന്തെങ്കിലും എനിക്ക് തൗബക്ക് വകുപ്പുണ്ടോ, എനിക്ക് അള്ളാഹ് പുറത്തു വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ അറിയോ? അദ്ദേഹം ചെയ്ത പാപം എന്താണ്? വലിയ വൻപാപ ചെയ്ത ഒരാളെ വെറുതെ കൊന്നു എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്, ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. ആ വ്യക്തി ആ സദസ്സിൽ നിന്ന് മടങ്ങിയതിന് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി ചോദിച്ചു, ഇദ്ദേഹം ഇങ്ങനെ വലിയൊരു പാപം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന് പരിഹാരമായിക്കൊണ്ട് താങ്കൾ എന്താണ് ഇവരുടെ ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്നാണല്ലോ ചോദിച്ചത്, എന്താന്ന് ചോദിച്ചു. ആ സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഏറ്റവും വലിയൊരു മറുപടിയുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ്. എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയൊരു അടിസ്ഥാനമാണ് നന്മ തിന്മകളെ കരിച്ചു കളയുന്ന. നമ്മൾ ചെയ്ത തിന്മകളെ നന്മകൾ മായ്ച്ചു കളയും, കരിച്ചു കളയും എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവൻ ചെയ്ത അത്രയും വലിയ പാപത്തിനെ മയക്കാൻ, കരിച്ചു കളയാൻ ശക്തിയുള്ള നന്മ അത് ഉമ്മയെയും ഉപ്പയെയും പൊന്നുപോലെ നോക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമുക്ക് കിട്ടിയ, അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോയ, നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളാണ് ഏറ്റവും വലിയ സ്വർഗമെന്ന് മനസ്സിലാക്കുക. അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. പരിഗണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അള്ളാഹുവോട് തൗബ ചെയ്യേണ്ടതുണ്ട്. ജീവിച്ചിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. അവരാണ് നമ്മുടെ സ്വർഗം. അവരിലൂടെ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയും. എങ്ങനെ ജീവിച്ച ആൾക്കാരായിക്കോട്ടെ നമ്മൾ, പക്ഷേ അവര് ജീവിതത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അവരിലൂടെ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുന്നു. നമ്മൾ വിളിക്കണവരെ, അവരോട് റസൂൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഒന്ന് അവരെ വിളിച്ച് ഏറ്റവും നന്നായി സംസാരിച്ചാൽ മതി, നമ്മൾ കാരണം അവരൊന്ന് സന്തോഷിച്ചാൽ മതി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ലതുദ്ഖിലന്ന, നമ്മൾ സ്വർഗത്തിൽ കയറും. നമ്മൾ അവരൊന്ന് നല്ല ഭക്ഷണം ഒരിക്കൽ വാങ്ങിച്ചു കൊടുക്കുക. അഥവാ നമ്മുടെ നാട്ടിൽ അയച്ചു കൊടുക്കുന്ന പൈസ നീയത്തിൽ അല്ലാഹുവേ ഇതിന്റെ ഉമ്മാനി ബാപ്പാക്കും ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്, ഓല തീറ്റിപ്പിക്കാൻ വേണ്ടി, അവരെ ഭക്ഷിപ്പിക്കാൻ വേണ്ടി, എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈസ അയച്ചു കൊടുക്കുന്നത്, എനിക്ക് സ്വർഗം തരണേ എന്ന് നമ്മൾ ആ പൈസ അയച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും വേണം. നമ്മൾ അവരോട് ചെയ്യുന്ന ഓരോ നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിളിച്ച് എണ്ണി എണ്ണി പറയാം, അല്ലാഹുവേ എന്റെ ഉമ്മാനെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്റെ ഉപ്പാനെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്റെ ഉമ്മയെ ഞാൻ ഇങ്ങനെ നോക്കി, ഉപ്പയെ ഇങ്ങനെ നോക്കി, പകരം എനിക്ക് സ്വർഗം മാത്രം മതി അല്ലാഹുവേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉമ്മയെയും ഉപ്പയെയും മുൻനിർത്തിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അൽ കബായിർ എന്നൊരു ഗ്രന്ഥമുണ്ട് അറബിയിൽ, വൻപാപങ്ങൾ എന്നുള്ളത്. അതിൽ കാണാൻ സാധിക്കും ഉമ്മയെയും ഉപ്പയും ഉപദ്രവിച്ചതിന്റെ വിധി എന്താണ് എന്ന ചർച്ചയിൽ കാണാൻ സാധിക്കും. ഉമ്മാനെ വേദനിപ്പിച്ചവന്, ഉപ്പാനെ വേദനിപ്പിച്ചവന് ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊടുക്കുന്നു. ചിലതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിവെക്കും. ചില തിന്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകുക പരലോകത്താണ്. എന്നാൽ ഉമ്മയെ ഒരുത്തൻ വേദനിപ്പിച്ച പടച്ചോനെ പരലോകത്തേക്ക് മാറ്റിക്കാൻ നിൽക്കൂല. ദുനിയാവും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം കൊടുക്കുന്നു. അത്രയും പ്രാധാന്യമുണ്ട് ഉമ്മാന്റെ ഒരു കണ്ണീരിന്, ഉപ്പാന്റെ ഒരു കണ്ണീരിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു ഹദീസ് നമ്മളൊക്കെ കേട്ടതാണ്. അല്ലാഹു ഞാൻ ഏറ്റവും ബാധ്യസ്ഥൻ ആരോടാണ്? ഉമ്മയോട്, 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 ഉപ്പയോട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഹദീസുകൾ, ഒന്നിലേറെ ആയത്തുകൾ ഉമ്മ ഉപ്പ എന്ന ഒറ്റ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ
അവരെന്ന വിഷയം, ഉമ്മാ ഉപ്പ എന്ന വിഷയം അതീവ ഗൗരവമാണ് എന്ന് മനസ്സിലാക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു രണ്ടാമത് പറഞ്ഞെന്താ അറിയോ? വബിൽ വാലിദൈനി ഇഹ്സാന, ഉമ്മാക്കും ഉപ്പാക്കും നല്ല ചെയ്യണം കേട്ടോ. അതാണ് സ്വർഗം നേടാനുള്ള ഏറ്റവും വലിയ വഴിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമതായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, മക്സു ഫിൽ മസ്ജിദി ബഅദ സ്വലാത്തി സുബ്ഹ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുക, ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ലാ ലഗദാത ഫീ ജമാഅത്തിൻ, ആരെങ്കിലും സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയും സുമ്മ ഖഅദ യദ്കുറുല്ലാഹ്, അതിനുശേഷം പള്ളിയിൽ തന്നെ അവൻ ഇരിക്കുകയും യദ്കുറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട് അവൻ പള്ളിയിലേക്ക് ഇരിക്കുകയും ഹത്താ തത്ലു അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ദിക്ർ ചൊല്ലിക്കൊണ്ട് നന്മയുള്ള ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ചിന്തിച്ചുകൊണ്ട് അറിവ് നേടിക്കൊണ്ട് ധാരാളമായിക്കൊണ്ട് അവനെ ഓർത്തുകൊണ്ട് ഒരാൾ സൂര്യൻ ഉദിക്കുന്നത് വരെ സുബ്ഹി നിസ്കാര ശേഷം അവൻ ഇരുന്നു കഴിഞ്ഞാൽ, എന്നിട്ടോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സുമ്മ സ്വല്ലാ റക്അത്തൈൻ, അതിനുശേഷം സൂര്യൻ ഉദിച്ചതിന് ശേഷം 2 റക്അത്ത് സ്വലാത്തുൽ ദുഹ നിസ്കരിക്കുകയും ചെയ്താൽ കാനത്തു ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, ഒരു ഹജ്ജും ഒരു പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലി അവൻ ഉണ്ടാവുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വലിയ സൗഭാഗ്യം! ഇത് നമ്മൾ 4ാമത്തെ പോയിന്റാണ് പറയുന്നത്. ആലോചിച്ചു, ഈ പറഞ്ഞ 4 എത്ര എളുപ്പമാണ് ചെയ്യാൻ, ഒരു പ്രയാസമില്ല. ഇപ്പൊ പറഞ്ഞ ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ സൗദി അറേബ്യയിൽ പോയി ദിവസങ്ങളെടുത്ത് ഹജ്ജ് ചെയ്യുന്ന, ഹജ്ജിന്റെ കൂലി എന്താ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജിന് സ്വർഗമല്ലാതെ കൂലിയില്ല. ഹജ്ജിന്റെ കൂലി സ്വർഗമാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഹജ്ജ് ഉംറ ഇത് രണ്ടും ചെയ്തതിന്റെ കൂലി ഒറ്റ ഇരുത്തത്തിൽ കിട്ടുന്ന, സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുകയും സൂര്യൻ ഉദിച്ചതിന് ശേഷം 2 റക്അത്ത് സ്വലാത്തുൽ ദുഹ, ഏറ്റവും കുറഞ്ഞ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. എത്രയും നിസ്കരിക്കാം, 8 വരെ പോവാം എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം. 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഹജ്ജും ഉംറയും ചെയ്തതിന്റെ കൂലി കിട്ടുന്നു. ആലോചിച്ച് നോക്കിയാൽ എത്ര മഹത്തരമാണ്. നമ്മള് ഒരുപാട് ജോലി തിരക്കുകളൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ. എന്നാലും നമ്മൾ വിചാരിച്ച ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമല്ലോ, ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ, ഇങ്ങനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും എളുപ്പമുള്ള വഴി പറഞ്ഞു തന്നിട്ട് അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ എത്ര നഷ്ടക്കാരാണ്. ഇതൊന്നും ചെയ്യാതെ നാളെ പരലോകത്ത് പഠിച്ചു നമ്മൾ നരകത്തിൽ കൊണ്ടിട്ടാൽ നമുക്ക് ഖേദിക്കാനെങ്കിലും വകുപ്പുണ്ടോ? ആലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പഠിച്ചോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിക്കോന്ന് പോലും പറയാൻ നമുക്ക് വകുപ്പില്ലാതെ. ഇത്ര എളുപ്പമുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലിട്ട് തന്നിട്ട് സ്വർഗത്തിൽ പോവാൻ പാപികളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും എളുപ്പമായ വിശാലമായ വഴികൾ പറഞ്ഞു എന്നിട്ടും നമ്മൾ നരകത്തിൽ പോവുകയാണെങ്കിൽ എത്ര കഷ്ടമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസിനെ നമ്മൾ ധാരാളമായി കൊണ്ട് മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വളരെ ഗൗരവമാണ് വിഷയം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ എളുപ്പമാണ്. ധാരാളമായി കൊണ്ട് ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്യുക. ഇന്ന് ഞാൻ സുബഹി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിസ്കാരം കഴിഞ്ഞ് പ്രത്യേകിച്ച് ഇപ്പോൾ അനസ്വള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. സുബഹി ജമാഅത്തും കിട്ടി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ, ഒരു അനസ്വള്ളി ഉദാഹരണം പറഞ്ഞാൽ അവിടെ 10-20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ സൂര്യൻ ഉദിച്ചു. അത് കഴിഞ്ഞ് 2 റക്അത്ത് സ്വലാത്തുൽ ദുഹയും കൂടി നിസ്കരിച്ചാൽ ഹജ്ജും ഉംറയും കൂലി കിട്ടിയെന്ന്. എത്ര എളുപ്പമാണ് സ്വർഗത്തിലേക്ക് അടുക്കാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, 5ാമതായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ മൂസ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ എനിക്കൊരു പ്രത്യേക ദിക്ർ, നിന്നിലേക്ക് അടുക്കുവാനുള്ള ഒരു പ്രത്യേക ദിക്ർ എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പറഞ്ഞു കൊടുത്തു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. ഖുർആനിലൂടെ പറയാ, സൂറത്തുൽ അഹ്സാബിലൂടെ പറയാ, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക.
സ്വർഗത്തിലേക്കുള്ള വഴി ആയിക്കൊണ്ട് അള്ളാഹ് പറഞ്ഞേര്. ഒന്നാമതായി ചെയ്യേണ്ടി ഇത്തഖുല്ലാ, തഖ്വ കൈവരിക്കുക. രണ്ടാമത് ചെയ്യേണ്ടി എന്താ പറയുക, വഖൂലു ഖൗലൻ സദീദ, ഖൗലൻ സദീദ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു റസൂൽ. അള്ളാഹ് പറയാം എന്താ ഖൗലൻ സദീദ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം, ഖൗലൻ സദീദ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ധാരാളമായി കൊണ്ട് ദിക്ർ ചെല്ലണം ആഗ്രഹിക്കുന്ന ആൾക്കാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റിന് ഒരുപാട് മഹത്വം പറഞ്ഞു തരുന്നുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും ഏത് പണിത്തിരക്കിനിടയിലും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാൻ പറ്റിയ ഒരു സാധനമാണ് ദിക്ർ. ഒരുപാട് ദിക്റുണ്ട്. അതിൽ ഏറ്റവും മഹത്തരമായി കൊണ്ട് ദിക്ർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂൻ, ഞാനും മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല കലാം, ഏറ്റവും നല്ല ദിക്ർ, ഏറ്റവും നല്ല സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്റാണ് ഞാനും എന്റെ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല ദിക്ർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള അടുത്തോളം മഹത്വം മറ്റൊരു ദിക്റിനും ഇല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വെറുതെ ഞാൻ തിരിച്ചു നടന്നു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായിട്ട് ചെല്ലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വിഷമങ്ങൾ പോലും നീങ്ങിപ്പോവാനുള്ള പരിഹാരമാണെന്ന്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹം മത്സ്യത്തിന്റെ വായിലകപ്പെട്ടപ്പോൾ അദ്ദേഹം ചൊല്ലിയ പ്രാർത്ഥന പോലും തുടങ്ങുന്നത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇൻദൽ കർബ്, പ്രവാചകന്റെ വിഷമം ബാധിച്ചപ്പോൾ റസൂലുള്ളാഹി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ തുടക്കം എന്താ അറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വൽ അർദ് വറബ്ബുൽ അർശിൽ കരീം. ഒരു വിഷമം മാറാൻ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശക്തിയുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഔസിനി, റസൂലുള്ളാഹ് എനിക്കൊരു വസിയത്ത് കൊണ്ട്, ഉപദേശം കൊണ്ട്, വഇദാ അമിൽതു സയ്യിഅതൻ ഫാത്തിബിഅഹാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു പറയാം, അബൂദർറെ നീ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഫത്തബിഅ ഹസനതൻ തംഹുഹ, നീ ഉടനെ എന്ത് ചെയ്യുക, ഒരു നന്മ ചെയ്താള്. എന്തിനു വേണ്ടി? തംഹുഹ, ആ തിന്മയെ കരിച്ചു കളയാൻ വേണ്ടി, ആ തിന്മയെ മായ്ച്ചു കളയാൻ വേണ്ടി നീ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നന്മ കൊണ്ട് അതിനെ തുടർത്തി കളയുക. ആ സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, അമിനൽ ഹസനാത്ത്, നന്മയിൽപ്പെട്ടതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചോദിച്ച സമയത്ത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വഹിയ അഫ്ളലുൽ ഹസനാത്ത്, നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹസനാത്ത്, ഏറ്റവും നന്മകളിൽ വെച്ച് ഏറ്റവും നല്ല നന്മയാണ് അബൂദർറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളമായി കൊണ്ട് ചെല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എണ്ണൊന്നും വെക്കണമെന്നില്ല, എണ്ണം വെച്ചിട്ടും ചെല്ലാം. 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുന്നതിന് പ്രത്യേകം ഫദ്ല് വന്നിട്ടുണ്ട്. 100ഉം 200ഉം 1000ഉം എത്രയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാം എന്നുള്ളതാണ് ഹദീസുകൾ പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അഫ്ളലുൽ ദിക്ർ, ഏറ്റവും നല്ല പ്രാർത്ഥന, ഏറ്റവും നല്ല ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെന്ന് മനസ്സിലാക്കുക. അതിന് ഒരുപാട് ഫദ്ലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് യുകഫിറു ദുനൂബ്, നമ്മുടെ പാപങ്ങളൊക്കെ കരിച്ചു കളയാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണം കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കുക. ഒരുപാട് ഫദ്ലുകൾ അതിന് ഇനിയും വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ധാരാളമായി കൊണ്ട് നമ്മൾ പഠിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ല്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ആയിക്കൊണ്ട്, ഒന്നാമതായിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് സ്വലാത്ത് അലൻ നബി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായി കൊണ്ട് സ്വലാത്ത് ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് തുടങ്ങി ഇബ്രാഹിമിയ സ്വലാത്ത്. അല്ലെങ്കിൽ രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹുസ്നുൽ ഖുലുഖ്, നന്നായി പെരുമാറാൻ പഠിക്കുക. ത്വലാഖുൽ വജ്ഹ്, മുഖപ്രസന്നതയോടുകൂടി ആളുകളെ അഭിമുഖീകരിക്കാൻ പഠിക്കുക. മൂന്നാമതായിക്കൊണ്ട് ബിർറുൽ വാലിദൈൻ, എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും ഏറ്റവും നല്ല രീതിയിൽ സഹവസിക്കുക. അവരോട് ഏറ്റവും
ഏറ്റവും നല്ലതിൽ സംസാരിക്കുക, അവർക്ക് നല്ല രീതിയിൽ അവർക്കുള്ള സഹവാസം നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത്. നാലാമതായിക്കൊണ്ട് സുബഹി നിസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ ദിക്റിലായിക്കൊണ്ട് പള്ളിയിൽ കഴിച്ചു കൂട്ടുകയും അതിനുശേഷം സ്വലാത്തുൽ ദുഹ നിസ്കരിച്ചുകൊണ്ട് അവിടുന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഒരു ഹജ്ജിനും ഒരു പൂർണ്ണ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമാണ് എന്ന് ഓർത്തു വെക്കുക. അഞ്ചാമതായിക്കൊണ്ടും അവസാനമായിക്കൊണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. അഫ്ളലുൽ ഹസനാത്ത്, നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നന്മ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ ആ ദിക്ർ ധാരാളം അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ എന്ന് ഖദീർ എന്ന് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രവും പറയാം. ഖൗലുൻ സദീദ്, പരലോകത്ത് നമുക്ക് രക്ഷക്കെത്തുന്ന വലിയൊരു ദിക്ർ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുവാനും ഈ അമലുകൾ മുഖേന സ്വർഗ്ഗത്തിലെത്തുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടതുമായ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ മുഖേന സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വഗ്ഫിർ ലഹും യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ യാ അർഹമർ റഹീമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته.